ലണ്ടനിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഒരു ഇറാനി വർക്ക് ചെയ്യുന്നുണ്ട്. ഷിയയാണ്. പുള്ളിയുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയൊക്കെ ഇറാനിലാണ്. അപ്പം ഇയാൾ ഷിയ ആയതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് തുടക്കത്തിൽ ഇയാളോട് അല്പം അകൽച്ച് തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചില ഉസ്താദന്മാരും ഒക്കെ ചേർന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നേക്കണത് ഷിയാക്കൾ പ്രശ്നമാണ്, ഷിയ അതാണ്, ഷിയ ഇതാണ്, മാങ്ങാത്തൊലിയാണ്, ഷിയ പിച്ചും, ഷിയ മാന്തും, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇയാൾ മിക്കവാറും എനിക്കിട്ട് പണി തരും, ഇയാൾക്ക് എന്നെ ഇഷ്ടമറിയത്തില്ല, ഇയാൾ എന്നോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റും, എനിക്കൊട്ട് താല്പര്യമുള്ളൊരു കാര്യമാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് അടക്കുകയാണ്. പക്ഷേ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷിയായോ സുന്നിയോ ഇനി എന്ത് മന്ദമായാലും ശരി, അയാൾക്ക് ഒരു പ്രശ്നവുമല്ല. അയാൾ എന്നോട് ഒരിക്കൽ പോലും അങ്ങനെ പെരുമാറിയിട്ടുമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആ കമ്പനിയിൽ സഹായിച്ചത് ആ വ്യക്തിയാണ്. പിന്നീട് ഞങ്ങൾ വലിയ സൗഹൃദത്തിലായി. അപ്പോൾ ഇയാളിങ്ങനെ ഇയാളുടെ കഥകളൊക്കെ പറയും, ഇറാനിലെ കഥയൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇയാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു അയാളുടെ ഫാമിലിക്കൊന്നും തന്നെ ഈ ഭരണകൂടത്തെ ഇഷ്ടമല്ല, ആയത്തുള്ള ഇഷ്ടമല്ല, അവർക്ക് ഭയങ്കര വിരോധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇറാൻ ഭരണകൂടത്തെ എതിർക്കുന്നത്? ആയത്തുള്ള എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചു. ലണ്ടൻ പറഞ്ഞത് 3 കാരണങ്ങളാണ് ഈ ഭരണകൂടത്തോട് അവർക്കുള്ള ഈ വിയോജിപ്പ്. അത് ഒന്നാമത്തെ കാരണം പുള്ളി പറഞ്ഞത്, ഈ കിട്ടുന്ന കാശ് മൊത്തം കൊടുത്ത് മിസൈൽ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്നും ചൈനയുടെ കയ്യിൽ നിന്നും കണ്ടമാനം ആയുധങ്ങൾ വാങ്ങിച്ച് കൂട്ടുക. ഇതാണ് ഒരു കാരണം അവരുടെ. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറഞ്ഞത്, ഈ കിട്ടുന്ന കാശ് നല്ലൊരു ശതമാനം കൊണ്ടുവന്ന് ഈ പ്രോക്സികൾക്ക് കുറച്ച് യമനി കൊണ്ട് കൊടുക്കും, കുറച്ച് ലെബനനിൽ കൊണ്ട് കൊടുക്കും. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. മൂന്നാമത്തെ കാരണമായിട്ട് എന്നോട് പറഞ്ഞത്, ഈ ഇറാൻ വലിയ രീതിയിൽ ഫലസ്തീനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഇറാന് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? എന്തിനാണ് ഈ കാശ് മൊത്തം കൊണ്ട് പാലസ്തീന് കൊടുക്കുന്നത്? ഈ 3 കാരണമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഇറാൻ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്. അതേ സമയം തന്നെ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഇറാനിൽ ഏതാണ്ട് 60% മനുഷ്യരും സ്ത്രീകളും ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആണ്. ഇറാനിൽ 90% ലിറ്ററസി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ പെട്രോള്, അവിടെ ഈ ഡീസലും ഒക്കെ റേഷനിങ്, അതായത് എല്ലാ മാസവും ഇത്ര ലിറ്റർ പെട്രോളും ഡീസലും എല്ലാ കുടുംബങ്ങൾക്കും ഫ്രീ ആണ്. ഇന്ത്യയിൽ നിന്ന് പോയ കുറേ സിഖുകാരും അവരൊക്കെ ഉണ്ട് അവിടെ. അവർ ഇറാനിയൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉപരോധവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഭരണകൂടം ജനങ്ങളെ പരമാവധി അവരെ കംഫർട്ടബിൾ ആക്കാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതേ യഥാർത്ഥത്തിൽ ഇറാൻ വീണാൽ അതിനർത്ഥം എന്താണ്? ഗ്രേറ്റർ ഇസ്രായേൽ യാഥാർത്ഥ്യമായെന്നല്ലേ? കാരണം മിഡിൽ ഈസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അതിനകത്ത് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഇറാനെ അടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്തായിരിക്കും? ഒരു മിലിറ്ററി കൂപ്പ് വഴി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഈ അറബ് രാജ്യങ്ങളെ മൊത്തം കീഴടക്കി. എന്നിട്ട് ഈ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ഈ അമീർമാർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോയി സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഗോണ്ടനാമോയിലെ വല്ലതും പോയി കിടന്ന് ബാക്കിയുള്ള കാലം തീർക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമീർമാർ എന്തോ സെലക്ട് ചെയ്യും? അമേരിക്ക സെലക്ട് ചെയ്യും. അവർ പറക്കും ഓടുന്നു. ജനങ്ങൾ കുറേ പ്രതിഷേധിക്കും. അവസാനം ഈ ഗസയിൽ കണ്ടതുപോലെ കൂട്ടക്കൊല ചെയ്യും, നശിക്കും. ഇതല്ലേ യാഥാർത്ഥ്യം? അതല്ല ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്? അറബികൾ തന്നെ പറയുന്നു അവിടെയുള്ള ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇസ്രായേലിൽ കൊണ്ടുപോയി ഇസ്രായേലിനെ സഹായിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ ആയുധങ്ങളെടുത്ത് അമേരിക്കൻ സൈനികരെയും അവരുടെ ക്യാമ്പും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥയാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറാൻ ഭരണകൂടം ഇൻ കേസ് ഇപ്പം മിസൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രോക്സികളെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫലസ്തീനെ സഹായിച്ചില്ലെങ്കിൽ എന്തേ ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യില്ലേ? 100% ചെയ്യും. കാരണം ഇപ്പം ഇറാഖിലെ ഇവരെന്തിനാണ് ഇറാഖിനെ നശിപ്പിച്ചതുപോലെ, ലിബിയെ നശിപ്പിച്ചതുപോലെ ഇവരുടെ അവസാന ടാർഗറ്റാണ് ഈ പറയുന്ന ഇറാൻ. അതിൻ്റെ കാരണം എന്താ? ഒരു കൂട്ടർക്ക് വേണ്ടത് പെട്രോളിയമാണ്, അവിടുത്തെ സ്വർണമാണെങ്കിൽ മറ്റേ കൂട്ടർക്ക് വേണ്ടത് എന്താണ്? ഗ്രേറ്റർ ഇസ്രായേലാണ്. ഇറാൻ വീണാൽ അതിനർത്ഥം എന്താണ്? ഗ്രേറ്റർ ഇസ്രായേൽ യാഥാർത്ഥ്യമായി എന്നല്ലേ?